ഇപ്പം നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ട്രാക്ടറിന്റെ ഇൻട്രൊഡക്ഷൻ ആണ്. ഇൻട്രൊഡക്ഷൻ എന്ന് പറയാൻ പറ്റില്ല, ഇത് ഒരുപാട് കണ്ടിട്ടുള്ളതായിരിക്കും. മെയിൻലി എല്ലാവരും കണ്ടിരിക്കുന്ന ആപ്പിൾ ഡിവൈസസിന് വേണ്ടിയിട്ടുള്ള ട്രാക്കറാണ്. ആൻഡ്രോയിഡിന് വേണ്ടിയിട്ടും ട്രാക്കേഴ്സ് ഉണ്ട്, പക്ഷെ അത്ര ഫേമസ് അല്ല. അതിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ആൻഡ്രോയിഡിന്റെ ട്രാക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശോകമാണ്. അപ്പോൾ ഈ ഒരു സാധനത്തിന്റെ പേര് കസ്റ്റോ ടാഗ് എന്നാണ്. കസ്റ്റോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെ ടാഗാണ്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ മേടിച്ചത് നമ്മുടെ ഇവരുടെ അതിന്റെ സൈറ്റിൽ നിന്നാണ്. ഇതിന്റെ പേര് ഇവിടെ എങ്ങാണ്ട് ഉണ്ടാവില്ല, ഇവിടെ ഉണ്ട്, letscusto.com എന്ന് പറഞ്ഞിട്ടാണ്. ഇവർക്ക് ഈ സെയിം സംഭവത്തിൻ്റെ ആപ്പിളിൻ്റെ ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന സാധനമുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഒരു ഐഫോണൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മേടിക്കാം. അതൊരു ഇത്തിരി കൂടെ പ്രൈസ് കുറവാണ്. ഇത് ഏകദേശം 799 ആണെങ്കിൽ അത് എനിക്ക് തോന്നുന്നു 699 സംതിങ് എന്തോട്ടേ ഉള്ളൂ. അപ്പോൾ ഒരു 100 രൂപയിൽ അടുത്ത് വ്യത്യാസമുണ്ട്. ഇത് എക്സ്പെൻസീവും ആണ്. എനിക്ക് തോന്നുന്നു ആപ്പിളിൻ്റെ ട്രാക്കിങ്ങിൻ്റെ അത്രയും പക്കയായിരിക്കില്ല. അപ്പം നമുക്ക് എന്തായാലും തുറന്ന് നോക്കാം. ഒരു ഇതൊക്കെ സീൽഡ് ആയിട്ടുള്ള ഒരു ഇതിലാണ് വരുന്നത്, പ്ലാസ്റ്റിക് റാപ്പിൽ. അത് ഓടിച്ചെടുക്കാം. അപ്പോൾ ഇതിന്റെ കണക്ടിവിറ്റിയും കാര്യങ്ങളും സെറ്റപ്പ് ഒന്നും എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് അറിയാൻ പാടില്ല. അപ്പോൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാന്നുള്ളത്. നമ്മൾ എടുക്കുമ്പോൾ തന്നെ ഇവിടെ ടാങ്ക് കൊണ്ട് ഇത് വരുന്നുണ്ട്. ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ QR കോഡ് സ്കാൻ ചെയ്യാൻ പറയുന്നുണ്ട്, വാട്സാപ്പിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് എന്തായാലും എടുക്കാം. അപ്പോൾ അതിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് ആദ്യം ഈ ടാഗിന് പുറത്തേക്ക് എടുക്കാം. ഓക്കെ, എങ്ങനെയാണ് സംഭവം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ടാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കുഞ്ഞു സാധനമുണ്ട്. ഇതാണ് നമ്മുടെ ടാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞായിട്ടുള്ള സാധനമാണ്. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഒരു മാനുവലും ഉണ്ട്. അപ്പോൾ ഇതിനകത്തും സെറ്റപ്പ് സംഭവങ്ങളെ കുറിച്ച് എല്ലാം പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ഇത് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി പോകണതാണ്. അപ്പോൾ ഞാൻ വായിച്ചൊക്കെ നോക്കിയായിരുന്നു ഇൻസ്ട്രക്ഷനും കാര്യങ്ങൾ. അതുപോലെ തന്നെ ബാറ്ററി കമ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടോ, ഇവിടെ ചെറിയൊരു ഗ്രൂവ് ഉണ്ട്. അവിടെ ഇങ്ങനെ കൈയിട്ടിട്ട് നല്ല ബലത്തിൽ അങ്ങോട്ട് തുറക്കാമെങ്കിൽ നമുക്ക് ബാറ്ററി കമ്പാർട്ട്മെന്റിലേക്ക് കയറാൻ വേണ്ടി പറ്റും. ബാറ്ററി എന്ന് പറയുന്നത് ഇതേ കണ്ടോ, CR2032 എന്ന് പറഞ്ഞിട്ടുള്ള ബാറ്ററിയാണ്, 3 വോൾട്ടിൻ്റെ. അത് നമുക്ക് മേടിക്കാനൊക്കെ കിട്ടും. അപ്പോൾ അവർ പറയുന്നത് ഏകദേശം 1 ഇയർ ആണ്. 1 ഇയർ കിട്ടുമോ എന്നുള്ളത് എനിക്ക് അറിയാൻ വേണ്ടി പാടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഇങ്ങനെ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെറുതെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സാധനം അടയും. അത്രയുള്ള സംഭവം. ഇവിടെ നമുക്കൊരു പവർ ബട്ടൺ ഉണ്ട്. അപ്പോൾ ഇത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആപ്പ് നമുക്ക് വേണം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്, നമ്മുടെ ഫോണിൽ ഡീഫോൾട്ടായിട്ട് ഉണ്ടായോ, ഞാൻ ഡിസേബിൾ ചെയ്തിട്ടേക്കണായിരുന്നു. ഇതുണ്ട്, ഫൈൻഡ് ഹബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട്. അപ്പോൾ അതെടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ ലോഗിൻ ആയേക്കണേണ്. ഇതിലിപ്പോൾ നമ്മുടെ ഫോണും പിന്നെ എൻ്റെ റിയൽമിയുടെ ബഡ്സും ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ സെറ്റപ്പിലേക്ക് വരാൻ പറ്റട്ടെ. ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. പവർ ഓഫ് ചെയ്യാൻ വേണ്ടി സെയിം ഫങ്ഷൻ തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ വന്നു കേട്ടോ. ഇതേ സ്മാർട്ട് ലൊക്കേറ്റർ എന്ന് പറഞ്ഞിട്ട് വന്നു. അപ്പോൾ നമ്മൾ കണക്റ്റ് കൊടുക്കാം. അപ്പോൾ നേരത്തെ എനിക്ക് തോന്നുന്നു ഓഫായതാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ഓപ്ഷനൊക്കെ ചോദിക്കുന്നുണ്ട്. നമുക്ക് എല്ലാം അലോ കൊടുക്കാം. ഫൈൻ ഹബ് കൊടുത്ത് ടേൺ ഓൺ കൊടുക്കുക, എല്ലാം കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇനി ഇത് ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ വർക്കിംഗ് ഒക്കെ എനിക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലോങ് പോയാലേ അറിയാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ സ്മാർട്ട് ലൊക്കേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഇവിടെ വന്നു. ലൊക്കേഷൻ അൺഅവൈലബിൾ കോൺടാക്റ്റിംഗ് ഡിവൈസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. ഓക്കെ, സ്മാർട്ട് ലൊക്കേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഡയറക്ഷൻ, പ്ലേ സൗണ്ട്, മാർക്കസ് ലോസ്റ്റ്. അപ്പോൾ നമുക്കൊരു ഗ്രൗണ്ട് ടെസ്റ്റ് കൂടെ കഴിഞ്ഞാലേ നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഞാൻ എന്തായാലും നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ പേര് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ വെറുതെ ട്രാക്കർ നടാവായി മതി, മനസ്സിലാവണ്ടേ എന്താ സംഭവം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇനി അലോ ആക്സസ് ടു നിയർ ബൈ ഡിവൈസസ്, എല്ലാത്തിനും അലോ കൊടുത്തേക്കാം. എല്ലാം കൊടുത്തിട്ടുണ്ട്. എൻ്റെ പ്രൈവസിയൊക്കെ പോട്ടെ, എല്ലാം കൊടുത്തു. ഓക്കെ, ബാറ്ററി ഓക്കെ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. കണക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം കണ്ട പെർമിഷനൊക്കെ മൊത്തം കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് പെർമിഷനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇപ്പോൾ നമ്മളിപ്പോൾ ഡിവൈസ് അങ്ങ് മാറ്റി വെച്ചു. ഇനി പ്ലേന് ഇതെന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, ഇതിനകത്ത് നോക്കി അറിയാൻ പറ്റും. കണ്ട, ദിസ് ഈസ് വെരി ക്ലോസ്. അങ്ങനെ കാണിക്കും. നമുക്ക് ഇത്തിരി കൂടെ നീങ്ങുന്നതിന് എന്താ സംഭവിക്കണമെന്ന് നോക്കാം. ഇപ്പോഴും വെരി ക്ലോസ് ആണല്ലോ. അതിന് റൂമിൻ്റെ പുറത്തേക്ക് പോയാലേ ക്ലോസ് മാറുള്ളൂ. എന്താ കാണിക്കുന്നത് നോക്കാം.
ഓക്കെ, ഡിവൈസ് ഈസ് ക്ലോസ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ഡിവൈസ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഡിവൈസ് ഈസ് ക്ലോസ് എന്ന് പറഞ്ഞ് കാണിച്ചു. ഞാൻ അടുത്തേക്ക് വരുമ്പോൾ ഡിവൈസ് ഈസ് വെരി ക്ലോസ്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ സൗണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിപ്പോൾ ബ്ലൂടൂത്ത് വെച്ച് നമ്മുടെ ഡിവൈസിൽ കണക്ട് ചെയ്തേക്കുന്നതുകൊണ്ടാണ് നമുക്ക് ശരിക്കും അറിയേണ്ട ലോങ് റേഞ്ചിൽ ഇത് വർക്ക് ചെയ്യുമെന്നുള്ളതാണ്. കാര്യം നമുക്ക് വേണ്ടത് ഇതല്ല, നമുക്ക് മാപ്പിൽ ഇതേപോലെ കറക്റ്റായിട്ട് കിട്ടണം. അപ്പോൾ അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ട്രാക്കറിൻ്റെ സാധനം പുറത്താണ് കേട്ടോ. അപ്പോൾ ഇത് ട്രാക്ക് ചെയ്യുമെന്നുള്ളത് നമുക്ക് നോക്കാം. ബ്ലൂടൂത്ത് വെച്ച് നമുക്ക് കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഫൈൻഡ് ഹബ് ഉപയോഗിക്കാം. അടുത്താണെങ്കിൽ ബ്ലൂടൂത്ത് വെച്ച് കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യും. ഇപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഡിവൈസുകൾ വരും. ഇപ്പോൾ കണക്ട് ചെയ്തിട്ടുള്ള ഡിവൈസ് നമ്മുടെ ട്രാക്കർ എടുത്തിട്ട് ട്രാക്കർ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ട്രാക്കർ വെച്ചിട്ട് ലാസ്റ്റ് സീൻ ജസ്റ്റ് നൗ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് ഫൈൻഡ് ഹബ് നെറ്റ്വർക്ക് വെച്ചിട്ടാണ് ഇതാക്കിയെന്നുള്ളത്. അപ്പോൾ ഇത് ഏകദേശം കറക്റ്റായിട്ടുള്ളൊരു ലൊക്കേഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ പോയി കഴിയുമ്പോൾ ബ്ലൂടൂത്ത് വെച്ച് കണക്ട് ആവുമായിരിക്കും. ഞാൻ ആദ്യം വിചാരിച്ചത് ഇതിൻ്റെ ഇത് പുറത്തുള്ള കണക്ഷൻ അത്ര പക്ക ആയിരിക്കില്ലെന്നാണ്. ഞാനിപ്പോൾ ടെസ്റ്റ് ചെയ്തായിരുന്നു. സൺറൈസ് ഹോസ്പിറ്റലിന് അവിടെ കണ്ടായിരുന്നു പോയത്. അപ്പോൾ എൻ്റെ ബ്രദർ പോയപ്പോൾ പുള്ളിയുടെ വണ്ടിയിൽ സെറ്റ് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് സൗണ്ട് കാര്യങ്ങൾ ചിലപ്പോൾ എന്താ പറയുക നെറ്റ്വർക്ക് ഉപയോഗിച്ചിട്ട് ചിലപ്പോൾ വർക്ക് ചെയ്യുമായിരിക്കും. അടുത്ത് പോയി കഴിയുമ്പോൾ നമുക്ക് നിയർ ബൈ ലൊക്കേഷൻ്റെ ഇത് ഓപ്ഷൻ കാണിക്കും. ഇതിപ്പോൾ ലാസ്റ്റ് സീൻ ജസ്റ്റ് നൗ എന്ന് പറഞ്ഞിട്ട് കാണിച്ചത്. നമുക്കൊന്നുകൂടെ ഇത് ചെയ്ത് കൊടുത്താൽ അറിയാൻ വേണ്ടി പറ്റും അപ്ഡേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ അതിൻ്റെ പുറത്തായിട്ട് കാണിക്കുന്നത്. ചിലപ്പോൾ ഇങ്ങോട്ട് പോരണേണോ എന്ന് അറിയാൻ പാടില്ല. അവിടെയാണ് പോകുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ സൺറൈസ് ഹോസ്പിറ്റൽ അവിടെ ഉണ്ട്, ഇവിടെയായിട്ട് ട്രാക്കർ കാണിക്കുന്നത്. അപ്പോൾ കുഴപ്പമില്ലാണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതായിരുന്നു നമ്മുടെ കസ്റ്റോ ടാഗ് എന്ന് പറഞ്ഞ ആ ഒരു ട്രാക്കർ, ആൻഡ്രോയിഡ് ട്രാക്കറാണിത്. ഇത് അവർക്ക് ഐഫോണിന് വേണ്ടിയിട്ടുള്ളത് കൊണ്ട് പേഴ്സണലി നിങ്ങളുടെ കയ്യിൽ ഐഫോൺ ഡിവൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഐഫോണിന് വേണ്ടിയിട്ടുള്ളതിനെ എടുക്കാം. ആപ്പിളിൻ്റെ ഫൈൻഡ് മൈ ഡിവൈസിൻ്റെ ആ ഓപ്ഷൻ വെച്ചിട്ടുള്ളത് അതെടുക്കാം. ഇതിൽ വർക്ക് ചെയ്യുന്നത് ഗൂഗിളിൻ്റെ ഫൈൻഡ് ഹബ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സെറ്റപ്പ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇതിലിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടെ വേണമെങ്കിൽ സൗണ്ട് പ്ലേ ചെയ്തതിനെ കണ്ടോ പ്ലേ ആവും. അപ്പോൾ നമുക്ക് അടുത്തൊക്കെ ആണെങ്കിൽ ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. അതല്ല ലോങ് റേഞ്ച് ആണെന്നുണ്ടെങ്കിൽ ഈ ഫൈൻഡ് ഹബിൻ്റെ നെറ്റ്വർക്ക്, അതായത് ഓരോ ഫോണിലും ഫൈൻഡ് ഹബ് സെറ്റപ്പ് ചെയ്ത് പെർമിഷനൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നെറ്റ്വർക്ക് ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നല്ല ടൗൺ ഏരിയയ്ക്ക് ആണെങ്കിൽ സാധനം ഡിറ്റക്റ്റ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ഏകദേശം ഒരു ലാസ്റ്റ് അപ്രോക്സിമേറ്റ് നോൺ ലൊക്കേഷൻ അറിയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ആക്യുറേറ്റ് ആയിട്ടുള്ള ട്രാക്കിങ്ങിനാണെങ്കിൽ ഞാൻ പേഴ്സണലി പറയുന്നത് ആപ്പിളിൻ്റെ തന്നെ ട്രാക്കർ എടുക്കുക. ആപ്പിളിൻ്റെ ടാഗ് കിട്ടുമെന്നുണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ഇതുമായിട്ട് കോമ്പാറ്റബിൾ ആയിട്ടുള്ള ട്രാക്കർ എടുക്കുക. ഈ സാധനം ഇതിൻ്റെ കൂടുതൽ ടെസ്റ്റിംഗ് കാര്യങ്ങൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി കമൻറ്റ് ചെയ്യാം. ഞാൻ ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ നമ്മൾ കറക്റ്റായിട്ട് കാണിച്ച ആ ലൊക്കേഷനിൽ തന്നെ സൺറൈസ് ഹോസ്പിറ്റലിൽ അവിടെ തന്നെയായിരുന്നു പോയത്. അപ്പോൾ അത് കറക്റ്റായിട്ട് എടുത്തു. അതിനുശേഷം 2-3 ലൊക്കേഷനിൽ പോയെങ്കിലും അത് ആക്യുറേറ്റ് ആയിട്ടല്ല വന്നത്, ലാസ്റ്റ് നോൺ ലൊക്കേഷനേ വന്നോളൂ. അതായത് അവിടെ ആ ഫൈൻഡ് ഹബിൻ്റെ നെറ്റ്വർക്ക് ഇല്ല. അതായത് അവിടെ വേറെ ഡിവൈസുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ആ ലൊക്കേഷൻ ഷെയർ ചെയ്യാനോ ട്രാക്ക് ചെയ്യാനോ പറ്റിയ സെറ്റപ്പ് ഇല്ല. അപ്പോൾ ഒരു ലാസ്റ്റ് നോൺ ലൊക്കേഷൻ എനിക്ക് തോന്നുന്നു ഒരു 1.5-2 കിലോമീറ്റർ റേഞ്ചിൻ്റെ അകത്ത് എന്തുമാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റില്ല, കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല. എന്നാലും നമുക്കൊരു ഐഡിയ കിട്ടും എവിടെയായിട്ടാണ് ഡിവൈസ് ഇരിക്കുന്നത് എന്നുള്ളത്. ആക്യുറേറ്റ് ട്രാക്കിങ്ങിന് ഞാൻ പറയുന്നത് ആപ്പിളിൻ്റെ ടാഗ് തന്നെയാണ്. നെക്സ്റ്റ് വീക്ക് വരുന്ന ഇൻട്രസ്റ്റിംഗ് പ്രൊഡക്റ്റ് വീഡിയോ ഇട്ട് വരും. അതുവരത്തേക്കും ബൈ.